എന്താണ് മാൻസ്ഫീൽഡ് ബാർ? ട്രക്കുകളുടെയും ട്രെയിലറുകളുടെയും പിൻഭാഗത്ത് കാണുന്ന ഉരുക്കു ബാറുകളെയാണ് മാൻസ്ഫീൽഡ് ബാർ എന്ന് വിളിക്കുന്നത്. സാങ്കേതികമായി ഇതിനെ ICC ബാർ അഥവാ ഇന്റർസ്റ്റേറ്റ് കമൻസ് കമ്മീഷൻ ബാർ അല്ലെങ്കിൽ റിയർ അണ്ടർഎഡ്ജ് ഗാർഡ് എന്നും വിളിക്കുന്നു. ഒരു ചെറിയ കാറ് ട്രക്കിൻ്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറി യാത്രക്കാരുടെ തലയ്ക്ക് പരുക്കേൽക്കുന്നത് തടയുകയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. 1967 ജൂൺ 29 പുലർച്ചെ ലൂസിയാനയിൽ വെച്ച് ഒരു അപകടം നടക്കുകയുണ്ടായി. നടിയായിരുന്ന ജെയിൻ മാൻസ്ഫീൽഡ് സഞ്ചരിച്ച കാറ് മുന്നിലുണ്ടായിരുന്ന ഒരു ട്രെയിലറിൻ്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ അപകടത്തെ തുടർന്ന് ട്രെയിലറിൻ്റെ പിൻഭാഗത്തുള്ള താഴ്ന്ന പ്രതിഫലന ശേഷിയുള്ള ബമ്പറിനെ മാൻസ്ഫീൽഡ് ബാർ എന്ന് വിളിക്കുവാൻ തുടങ്ങി. ജെയിനും അവരുടെ അഭിഭാഷകനും 3 വയസ്സുള്ള മാസ്രിക ഹർഗേറ്റ ഉൾപ്പെടെയുള്ള കുട്ടികളും വാഹനത്തിൽ ഉണ്ടായിരുന്നു. മുതിർന്നവരിൽ ആരും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടില്ല. ഈ അപകടത്തിന് ശേഷം അമേരിക്കയിലെ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേറ്റർ അഥവാ NHTSAയുടെ നേതൃത്വത്തിൽ എല്ലാ വലിയ ട്രക്കുകളിലും ഇത്തരം അണ്ടർറൈഡ് ഗാർഡുകൾ നിർബന്ധമാക്കി. അപകടം നടക്കുമ്പോൾ പിൻസീറ്റിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജെയിൻ മാൻസ്ഫീൽഡിൻ്റെ 3 മക്കളും അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. അതിലൊരാളായിരുന്നു ഇന്നത്തെ പ്രശസ്ത ഹോളിവുഡ് നടിയായ മസിരിക ഹാർഗിറ്റെ. ലോ ആൻഡ് ഓർഡർ സ്പെഷ്യൽ വിക്ടിംസ് യൂണിറ്റ് എന്ന പരമ്പരയിലൂടെയാണ് അവർ ലോക പ്രശസ്തയായത്. തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മസിരിക ഇന്നും അഭിമുഖങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. അപകടത്തിൽ ജെയിൻ മാൻസ്ഫീൽഡിൻ്റെ തലയറുക്കപ്പെട്ടു എന്നൊരു പ്രചരണം അക്കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല. അവരുടെ മരണ സർട്ടിഫിക്കറ്റ് പ്രകാരം തലയോട്ടിക്കേറ്റ കഠിനമായ പരുക്കാണ് മരണകാരണം. പുറത്തു വന്ന ചിത്രങ്ങളിൽ അവരുടെ വിഗ് ദൂരേക്ക് തെറിച്ചു പോയത് കണ്ടതാണ് ഇത്തരത്തിലൊരു കഥയ്ക്ക് ആധാരമായത്. അപകട സമയത്ത് റോഡിൽ കാഴ്ച മറിക്കുന്ന തരത്തിലുള്ള മഞ്ഞുണ്ടായിരുന്നു എന്നതും ഡ്രൈവർമാരുടെ ശ്രദ്ധക്കുറവ് മാത്രമല്ല സാഹചര്യങ്ങളും വില്ലനായി എന്ന് തെളിയിക്കുകയായിരുന്നു. ആദ്യകാലത്തെ മാൻസ്ഫീൽഡ് ബാറുകൾ അത്ര ശക്തമായിരുന്നില്ല. സ്പീഡ് കൂടിയ ഇടിയിൽ ഇവ പലപ്പോഴും തകർന്നു പോവുകയായിരുന്നു. എന്നാൽ 1998 പിന്നീട് 2021 ഈ ബാറുകളുടെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്ന കർശനമായ നിയമങ്ങൾ ലോകമെമ്പാടും നിലവിൽ വന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ ഇവ നിലവിൽ വന്നിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.